സിന്ധു നദിയിലേക്കുള്ള ജലത്തിൻ്റെ ഒഴുക്ക് തടയുന്ന ഏതൊരു പ്രവൃത്തിയും യുദ്ധമായി തന്നെ കാണും, യുദ്ധപ്രഖ്യാപനമായി തന്നെ കാണും. ആ ഒരു പ്രവൃത്തിക്ക് മറുപടിയായിട്ട് പാകിസ്ഥാൻ നൽകുന്നത് ആണവായുധത്തിൻ്റെ ആക്രമണമായിരിക്കും. ഞങ്ങൾ ആണവായുധം ഉപയോഗിക്കാൻ മടിക്കില്ല. അത്തരത്തിൽ സിന്ധു നദി ജലത്തിൻ്റെ ഒഴുക്കിനെ തടസ്സപ്പെടുത്തുന്ന ഇന്ത്യയുടെ ഏതൊരു പ്രവൃത്തിയും അതായിരിക്കും മറുപടിയെന്ന് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് പാകിസ്ഥാൻ വീമ്പ് പറയുന്നത് എല്ലാവരും കേട്ടതാണ്. എന്നാൽ പറ്റുമെങ്കിൽ ചെയ്തു കാണിക്ക് എന്ന് പറഞ്ഞുകൊണ്ട് ഇന്ത്യ ആ ജലത്തിൻ്റെ ഒഴുക്ക് തടസ്സപ്പെടുത്തിയിരിക്കുകയാണ്. അത്ര ധൈര്യമുണ്ടെങ്കിൽ പൊട്ടിച്ചു നോക്ക് എന്ന് തന്നെയാണ് ഇന്ത്യ പറഞ്ഞിരിക്കുന്നത്. പരസ്യമായി തന്നെ പാകിസ്ഥാനിലേക്കുള്ള ജലയൊഴുക്ക് ഇന്ത്യ തടഞ്ഞിരിക്കുകയാണ്. ഇതിൻ്റെ ഭാഗമായിട്ട് ജമ്മു കശ്മീരിലെ ബഗ്ലിഹാർ അണക്കെട്ടാണ് ഇന്ത്യ ഇപ്പോൾ അടച്ചുപൂട്ടി ഇരിക്കുന്നത്. സിന്ധുവിൻ്റെ പോഷക നദിയായിട്ടുള്ള ചിനാബിന് കുറുകെ ഇന്ത്യ നിർമ്മിച്ച അണക്കെട്ടാണ് ഈ ബഗ്ലിഹാർ എന്ന് പറയുന്ന അണക്കെട്ട്. ജലവൈദ്യുതി പദ്ധതിയായ ബഗ്ലിഹാറിൽ നിന്ന് പാകിസ്ഥാനിലേക്ക് ജലമൊഴുകുന്നത് ഇന്ത്യ ഇപ്പോൾ തടഞ്ഞിരിക്കുകയാണ്. ഇതിന് സമാനമായ നടപടി ജലം നദിയുടെ പ്രധാന കൈവഴിയായ നിലം നദിയിൽ നിർമ്മിച്ചിട്ടുള്ള കിസാൻ ഗംഗ ഡാമിലും സ്വീകരിക്കുമെന്നാണ് റിപ്പോർട്ടുകൾ വരുന്നത്. രാജ്യത്തെ പ്രശസ്തരായിട്ടുള്ള ഇൻ്റലിജൻ്റ് ആയിട്ടുള്ള ഏതാനും എഞ്ചിനീയർമാരെ ഇന്ത്യ ഇപ്പോൾ ഈ ഭാഗത്തേക്ക് അയച്ചിരിക്കുകയാണ്. മറ്റൊന്നുമല്ല, കൂടുതൽ ഡാമുകൾ നിർമ്മിക്കുക, ഒപ്പം പാകിസ്ഥാനിലേക്കുള്ള ജലത്തിൻ്റെ ഒഴുക്ക് ഏതൊരു രീതിയിൽ ഡൈവേർട്ട് ചെയ്യാൻ പറ്റും, എങ്ങനെ ആ ജലത്തെ ഇന്ത്യക്ക് ഗുണകരമായ രീതിയിൽ ഉപയോഗിക്കുവാൻ പറ്റും, പാകിസ്ഥാനെ എങ്ങനെ നമുക്ക് ബുദ്ധിമുട്ടിക്കുവാൻ കഴിയും, അതുതന്നെയാണ് ഇന്ത്യ ഉദ്ദേശിക്കുന്നത്. ഇതിനകത്ത് യാതൊരു തരത്തിലുള്ള മനുഷ്യാവകാശ ലംഘനങ്ങളോ മറ്റു കാര്യങ്ങളോ ഒന്നും തന്നെയില്ല. ഇതിലൂടെ പാകിസ്ഥാന് ഭാവിയിൽ ഒരു തുള്ളി വെള്ളം കൊടുക്കില്ല എന്നല്ല ഇന്ത്യ പറയുന്നത്. ഇന്ത്യയുടെ ഡിമാൻഡുകൾ അംഗീകരിച്ചുകൊണ്ട്, ഇന്ത്യയുടെ നിർദ്ദേശങ്ങൾ അനുസരിച്ചുകൊണ്ട് ഇന്ത്യക്ക് മുന്നിൽ വരണം പാകിസ്ഥാൻ. ഇത്രയും കാലം നമ്മൾ ഉപയോഗിക്കാത്ത ഒരു മാർഗം സ്വീകരിച്ചത് പാകിസ്ഥാനിലെ ജനങ്ങളുടെ സാഹചര്യം കണ്ടില്ല എന്ന് നടിച്ചിട്ടോ അവരോട് ഏതെങ്കിലും തരത്തിലുള്ള സഹാനുഭൂതി ഇല്ലാത്തതുകൊണ്ടോ അല്ല. നമ്മുടെ രാജ്യത്തിന് ഒരു വഴിയുമില്ലാത്തത് കൊണ്ടാണ്. നമുക്ക് നിലനിൽപ്പിന് സാധിക്കുന്നില്ല. നോക്ക്, ഇന്ത്യ എന്തു ചെയ്തിട്ടാണ് പാകിസ്ഥാനോട്? നമ്മൾ ആകെ ചെയ്യുന്നത് നമ്മുടെ എക്കണോമിക് ഗ്രോത്തിൽ ഫോക്കസ് ചെയ്ത് രാജ്യത്തിൻ്റെ വികസന പ്രവർത്തനങ്ങൾ നടത്തി, റോഡുകൾ, റെയിൽവേ സംവിധാനങ്ങൾ കൂട്ടി നമ്മൾ വിദേശത്തു നിന്ന് പരമാവധി ഇൻവെസ്റ്റ്മെൻറ്റ് ഇവിടേക്ക് കൊണ്ടുവരാൻ നോക്കുന്നു. രാജ്യത്തിനെ വികസിപ്പിക്കാൻ നോക്കുന്നു. ഒരു വലിയ എക്കണോമിക് പവർ ആവാൻ നോക്കുന്നു. നമ്മളൊരു മിഷൻ സെറ്റ് ചെയ്ത് ആ മിഷൻ മുന്നോട്ട് വയ്ക്കുന്നു. നമ്മൾ നമ്മുടെ കാര്യം നോക്കി പോവുകയാണ്. എന്നാൽ ഇന്ത്യയിൽ നിരന്തരം പ്രശ്നങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത് പാകിസ്ഥാനാണ്.